കോഴിക്കോട് പന്നിയങ്കരയിൽ വൻ തീപിടുത്തമെന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പന്നിയങ്കര പാലത്തിന് സമീപത്തുള്ള ആക്രി കടകൾക്കാണ് തീപിടിച്ചത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, വലിയൊരു തീപിടുത്തമാണോ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത് സലാം? വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പന്നിയങ്കര പാലത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഒരു ആക്രി സംഭരണശാലയാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ അവിടെ വേസ്റ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആക്രി സാധനങ്ങൾ കൂമ്പാരമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് നാട്ടുകാരാണ് ഈ തീ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത ഫയർ സ്റ്റേഷനുകളിലൊക്കെ തന്നെ നാട്ടുകാർ വിളിച്ച് വിവരം അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ പ്രധാന പ്രശ്നം പറയുന്നത് തീ അണക്കാൻ ശ്രമിക്കുന്നവരുടെ ചില ഭാഗങ്ങളിൽ, അതായത് തീ അണഞ്ഞ ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് തീ അണക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ഭാഗത്തു നിന്നും തീ വീണ്ടും ആളിപ്പടരുന്നതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശ്രമഫലമായി വലിയ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും വലിയ ശ്രമം വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ തീ അണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ ഏതെങ്കിലും തരത്തിൽ അതിനുള്ളിൽ ആളുകൾ ഉണ്ടായോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു തീർച്ച ഇതുവരെ വന്നിട്ടില്ല, ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും വലിയ തീപിടുത്തം തന്നെയാണ് ഈ പന്നിയങ്കര പാലത്തിന് സമീപത്തുണ്ടായത്. കോഴിക്കോട് പന്നിയങ്കര പാലത്തിന് സമീപത്താണ് വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തം അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് സലാമും റിപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത സമീപവാസികളൊക്കെ